ഞങ്ങൾക്ക് ഇന്ന് ആക്ച്വലി ലോങ് വീക്കെൻഡാ. ഇന്ന് സാറ്റർഡേ ആണ്. സോ ഞങ്ങൾ വിചാരിച്ചു സമ്മറൊക്കെ സ്റ്റാർട്ട് ആയേക്കുമല്ലേ, എന്നാ പിന്നെ ഒരു ഹൈക്കിങ്ങിന് പോയേക്കാന്ന്. ഞങ്ങൾക്ക് കുറച്ച് ഹൈക്കിംഗ്, ക്യാമ്പിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമുള്ള, കുറച്ചെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ക്രൈസ് ഒന്നും അല്ല, എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയി ഹൈക്കൊക്കെ ചെയ്തിട്ട് ബോഡിയൊക്കെ ഒന്ന് അനങ്ങിയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അൽഗോൺഗനിൽ ഓൾറെഡി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സെഡ്ബറിയുടെ അടുത്തുള്ള എല്ലാവരും കേട്ടിട്ടുള്ള വൺ ഓഫ് ദ ഫേമസ് ലൊക്കേഷനാണ് കില്ലർണി പ്രൊവിൻഷണൽ പാർക്ക്. സോ ഞങ്ങളിപ്പോൾ കില്ലർണിയിൽ വന്നേക്കാണ്. കില്ലർണിയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഹൈവേന്ന് ഒരു 48 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് കില്ലർണിയിൽ ഞങ്ങൾ പോകുന്ന ഹൈക്കിന്റെ പേര് ദ ക്രാക്ക് എന്നാണ്. ക്രാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഒണ്ടാരിയോയിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് ഹൈക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുറെ ഹൈക്ക് പോയിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് അത്ര ചലഞ്ചിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നോർമലി നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ നമുക്ക് ഈ കല്ലിന്റെ മുകളിൽ കൂടെ പോകുന്നതൊന്നും അത്ര വലിയ റിസ്ക് ആയിട്ടൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും പോകുന്നത് ഞങ്ങൾ മറ്റേ മോണോക്ലിഫിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലും സ്ട്രെയിറ്റ് ആണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചലഞ്ചിങ് ഒന്നും അല്ല. പക്ഷെ ഞങ്ങൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ഹൈക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രമേ കില്ലർണി ക്രാക്കിൽ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സോ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് വരാം, ലോങ് വീക്കെൻഡ് കൂടെ അല്ലേ. അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഗൾഫിലാണ് താമസിക്കുന്നത്. ഗൾഫിൽ നിന്ന് നേരെ ഞങ്ങൾ രാത്രി ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലൊക്കെ പോയി റെഡിയായി ഡ്രൈവ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 12:30 1 o'clock ആയപ്പോഴത്തേനും ഞങ്ങളുടെ എയർബിഎൻബിയിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ രാവിലെ ഇപ്പോൾ എയർബിഎൻബിന്ന് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour 5 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി ഒരു 20 minutes കൂടി ഉണ്ട് ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. ഹൈക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അറിഞ്ഞുകൂടാ, ഫോട്ടോസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾക്ക് മിസ്സായ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആക്ച്വലി ക്യാമ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈക്ക് ചെയ്തിട്ട് ക്യാമ്പ് ചെയ്യുക, ഇവിടെ ബാക്ക് കൺട്രി ക്യാമ്പിംഗ് ഒക്കെ ഭയങ്കര കിടിലനാണ്. സോ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻസ് എല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ആയിരുന്നു. എന്നാൽ പിന്നെ ഓക്കെ ഈ വീക്കെൻഡ് നമുക്ക് ഹൈക്കിങ്ങിന് പോകാമെന്നുള്ളത്. സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക് ആദ്യം പോയി ദ ക്രാക്കിലെ വ്യൂ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പിന്നെ ഒരു ദിവസം ബാക്ക് കൺട്രി ക്യാമ്പിങ്ങിന് വരാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ പോകുമ്പോഴത്തേനും വഴിയൊക്കെ ഭയങ്കര ആകെ ഒരു എന്താ പറയുക, ഒരു 3 ആൾക്കാർ മാത്രമേ ആക്ച്വലി ഒരു കാറ് ഞങ്ങളുടെ മുന്നിൽ 2 പേരും ബാക്കിൽ ഒരാളും കാണുന്നുള്ളൂ. ബാക്കി ഇവിടെ ആരുമില്ല. ഭയങ്കര വേറൊരു കാടിന്റെ ഒരു ഭീകരത അങ്ങനെ പറയാനും പറ്റത്തില്ല, പക്ഷെ എന്നാലും ഉണ്ട്. 2 സൈഡിലും ഫുള്ള് കാടൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഞങ്ങളിതാ ഓൺ ദ വേയിലേക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു കില്ലർണി ദ ക്രാക്ക് ഹൈക്ക്, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറെ മരങ്ങളൊക്കെ ഉണ്ട്. നടുക്കിൽ മാത്രം റോഡ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇതിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. ഞാനിപ്പോൾ ജസ്റ്റ് ഇജാന്റെ അടുത്ത് പറയുമായിരുന്നു, നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണുമ്പോഴും ആ ഒരു കിട്ടുന്ന ഒരു റിഫ്രഷ്ഡ് മൈൻഡും നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ പറയാ വീക്കെൻഡ്സ് ഒന്നും വെറുതെ നെറ്റ്ഫ്ലിക്സും കുറെ മൂവീസ് ഒന്നും കണ്ട് കളയരുത് എന്ന് പറയുന്നില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഹൈക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് നമ്മുടെ മൈൻഡിനൊക്കെ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ഫീൽ തന്നെയായിരിക്കും. ഒരു പ്രത്യേക ഒരു ഫീലാണ്. പക്ഷെ എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചൊന്നുമല്ല. ലൈക്ക് ഇത് എന്താണെങ്കിലും ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വരണം എന്ന് ഞാൻ ഐ തിങ്ക് 90% റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലേസ് ആയിരിക്കും. പിന്നെ ഞാൻ ഹൈക്ക് ചെയ്തിട്ട് ക്രാക്കിന്റെ മുകളിലെത്തിയിട്ട് വ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ബാക്കി നമുക്ക് ഡിസൈഡ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് ഇന്റർമീഡിയറ്റ് ലെവലാണോ അതോ ഡിഫിക്കൽട്ട് ആ ഒരു റേഞ്ചിലാണോ ഉള്ളത്, അതോ ഈസി ആയിരുന്നോ എന്നുള്ളത് ഞങ്ങൾ ക്രാക്കിന്റെ ഹൈക്കിംഗ് പോയിന്റിൽ ഏറ്റവും ടോപ്പിലെത്തിയതിനു ശേഷം തിരിച്ച് താഴെ എത്തിയതിനു ശേഷം ആക്ച്വലി പറയാം. ഓൾമോസ്റ്റ് 4 hours എങ്ങാണ്ട് ഉണ്ട് നമുക്ക് ഹൈക്ക് എന്നാണ് ടൈം ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്താണേലും പോയി നോക്കാം. നമ്മളിതാ ക്രാക്കിൽ എത്തിക്കാണ്. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. നിങ്ങൾ വരുമ്പോഴത്തേനും ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരിക. ഫുള്ള് കൊതുകാണ്. കൊതുകും ഒരുതരം പ്രാണികളൊക്കെയാണ്. ചുറ്റും കൊതുക് കാണാൻ പറ്റും. സോ ഇതാണ്
ട്രയലിന്റെ സ്റ്റാർട്ടിങ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി കാറ്റ് ട്രയലിന് ഹൈക്കിങ്ങിന് പോവാണ്. ഓക്കെ, ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ 2 liters ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ 2 പേർക്കും പ്രോട്ടീൻ ബാർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ബനാന എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ആൾക്കാരുണ്ട്. ഫുള്ള് കൊതുകാണ്. ഫുള്ള് കൊതുക്. നന്നായിട്ട് സൺസ്ക്രീൻ ഇടുക. സമ്മറിലും ഫോളിലും ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല. ഇവിടെ ഫുള്ള് കെട്ടിക്കിടക്കുന്ന വാട്ടർ ഉണ്ട്, അതുകൊണ്ടാണോ ഇനി കൊതുകെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ചുറ്റും കൊതുകാണ്. നമ്മൾ ആക്ച്വലി ഹൈക്കിങ്ങിന് വരുമ്പം അവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം, നമ്മൾ റെഡ് കളർ ഇതുപോലുള്ള ടാഗ് മാർക്ക് കണ്ട് അതിനെ ഫോളോ ചെയ്ത് പോകണമെന്നാണ്. ഇൻ കേസ് നമ്മൾ ബ്ലൂ കളർ കാണുവാണെന്നുണ്ടെങ്കിൽ അത് 7 to 8 days വരുന്ന ഹൈക്കായിരിക്കും. അത് നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ റെഡ് ടാഗ് എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത് അവിടെ നമ്മുടെ ഹൈക്കിംഗ് എൻഡ് ആകും. ഫുള്ള് കൊതുക. സോ നിങ്ങൾ കാടിൻ്റെ എന്താ പറയാ, വിദൂരതയാണോ ആ സാധനത്തിലേക്ക് പോവാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുവരെ ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല, പക്ഷെ അവിടെ കുറേ ആൾക്കാരുടെ വണ്ടികളുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 7 cars ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത ടൈം ഇങ്ങനെ ഒരു ഹൈക്ക് ചെയ്യുന്ന അല്ലേ പൊളി സാധനം. നോക്കിയ മുകളിലേക്ക് സെറ്റ് പൊളിച്ച്. കൊതുക് കാരണം നടക്കാനും രക്ഷയില്ല, പക്ഷേ ഹൈക്ക് ഭയങ്കര പൊളിയാണ്. ഇതുവരെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ പോലും നടന്നു വരുന്ന വഴിയിൽ നമുക്ക് കുറേ വൈൽഡ് ആനിമൽസ്, എന്താ റെക്കൂണിനാണെന്ന് തോന്നുന്നു, നമ്മൾ കണ്ടു. പിന്നെ കുറേ കൊതുകുകളുണ്ട്, പിന്നെ നല്ല രസമുണ്ട്. Garden snake? Garter. Yeah. Is it poisonous or? No. No. They hurt will you bite at you if you grab them. Oh, they'll bite you. They're It very won't- docile. It won't hurt. No, there's no venom or anything. Got it. There's lots of them. നമുക്കൊന്ന് പോയാലോ? പിന്നെ എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഇങ്ങോട്ടേക്ക് കഴിച്ചാ പോകുന്നത്. അവരവൻ്റെ വീട്ടിലേക്ക് പോവാം. Ready, 1, 2, 3, go. കിട്ടാൻ വന്ന് പോവും. ഓടിക്കേറി പോയാലോ എന്റെ മോനെ. എടാ മോനെ പോലെ, അയ്യോ ഞാനും പറഞ്ഞേ. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. കുറേ നല്ല ഷൂ ഒന്നും ഇട്ട് ട്രയലിൽ വരാൻ പറ്റിയൊരു സ്ഥലമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരാളുടെ ഷൂ, വലിയ നല്ല ഷൂ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പാമ്പിനെ ആദ്യമായിട്ടാണ് കാനഡയിൽ വന്നിട്ട് കാണുന്നത് അല്ലേ? ഇങ്ങനെ എന്തോ ഒരു സാധനം പൊങ്ങി വരുന്നു. നമുക്ക് ഈസി ആയിട്ടുള്ള വഴി കൂടെയും പോവാം, ഹാർഡായിട്ടുള്ള വഴി കൂടെയും പോവാം. നമുക്ക് ഏതാ പോകണ്ടേ? ഹാർഡായിട്ട് ചാടാൻ പോവാം. കുഞ്ഞി അരുവികളൊക്കെ കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ കൊതുക് വരുന്നത്. ഫുൾ ഓഫ് കൊതുകുകളാണ് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നിടത്ത് മറ്റേ ഇതിൻ്റെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നാട്ടിലൊക്കെ കാണത്തില്ലേ. ഓടിയാൽ ഹൈക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. ഇനിയും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള വഴി കൂടെയൊക്കെ പോകാണ്ട്, ഡിഫിക്കൽട്ടായിട്ടുള്ള. പക്ഷേ ഈ ഒരു ആംബിയൻസ് ഭയങ്കര പൊളിയാണ്. ഇവിടെ കുറേ പൈൻ ട്രീസ് ഉണ്ട്. ഇത് പൈൻ ട്രീസിനെ ഇവർ സേവ് ചെയ്യുന്ന ഒരു കാട് പോലെയാണ് കില്ലറിനെ അറിയപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ചെറിയ വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ റെക്കൂണിനെ കണ്ടു, പിന്നെ കുറേ മോസ്കിറ്റോനെ കണ്ട്. പക്ഷെ എന്നാലും ബേർഡ്സിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ്. നല്ലൊരു കാം ആയിട്ടുള്ള ഒരു കാടാണ്. കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷികളുടെ ഒച്ചയൊക്കെ ഉണ്ട്. ശരിക്കും ഒരു നാച്ചുറൽ വൈബൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കറക്റ്റ് വരാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എങ്ങനെയുണ്ട് ഇജ? ഇവിടെ ക്വിക്ക് ക്വസ്റ്റ്യൻ, ഇവിടെ പൈനാണോ മോസ്കിറ്റോ ആണോ കൂടുതൽ? മോസ്കിറ്റോ. നമ്മളിതാ ഈ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പൊടിയൊന്നും ഇട്ടിട്ട് വരരുത് സമ്മറിൽ. നമ്മൾ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ച് പോകും. ഓൾറെഡി ഞങ്ങൾ സ്ലീവ്ലെസ് ഇട്ടിട്ട് വരെ വേർക്കുന്നുണ്ട്.
ലൈറ്റ് ഷെയ്ഡ് അത് പിന്നെ ഭയങ്കര പൊളി സ്ഥലമാണ്. കിട്ടില്ല. ഓ ഇത് പൊളിച്ചു കേട്ടോ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കല്ല് വന്നിട്ടുണ്ട്. ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ പോകുന്നതാണ് ഇനി അടുത്ത ഒരു ക്രാക്ക് ഹൈക്കിലെ ചലഞ്ചിങ്. നമ്മൾ ആ ഒരു ഏരിയയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് പ്രതീക്ഷിച്ചിരുന്ന സാധനം. ഇത് പ്രതീക്ഷിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കാനഡയിൽ നിങ്ങൾ എവിടെ ഹൈക്കിന് പോയിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല, അൽഗോൻകിനിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല. മേ ബി അവിടെ ഉണ്ടാവും. ഓൾമോസ്റ്റ് സിമിലർ കാർഡാണല്ലേ. നമ്മൾ ബാക്ക് കൺട്രി പോയപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ പോയതിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. നോർമലി അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള കുറേ വഴി കൂടി ഇങ്ങനെ നടക്കുന്നു, അവസാനം പോയിട്ട് നമ്മളൊരു വാട്ടർഫോൾ അല്ലെങ്കിൽ ഹാമിൽട്ടണിലൊക്കെ സെയിം ആണല്ലോ. ഇതുപോലെ ഇത്രയും 2 മണിക്കൂറൊക്കെ ഹൈക്ക് ചെയ്യാനും 4 മണിക്കൂർ ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന കാടുകളൊന്നും ഈ നമ്മുടെ ഒരു ഞങ്ങൾ താമസിക്കുന്ന ഗൾഫാണ്, ആ ഒരു റീജിയണിൽ ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു കില്ലറിനെ ആയിരിക്കും. കല്ലുകൾ കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പുറത്തൂടെ വന്നാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സൂക്ഷിച്ചു വരണേ. നമ്മൾ വെയിറ്റ് ചെയ്യാണ് അവർ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി കിടക്കും. That's okay, take your time. We're in a good spot. We're in a good spot here. How's the view over there? How's the view there? Oh, it's beautiful. Beautiful? Yeah, it's worth it once you get up. You're almost there. Is it your first time or? Oh no. No? Yeah, it's quite a spectacular view once you get there. Okay. Yeah, go ahead, bye. വെയിറ്റ് ചെയ്യും. Okay. മുകളിലേക്ക് നമുക്ക് ഒരുപാട് കല്ലുകൾ കയറാനുണ്ട്. നീ വരുന്നില്ലേ മുകളിലേക്ക്? Let's go. Let's go. ലേസ് കഴിഞ്ഞു പോയി. ഒരു മിനിറ്റ്. ഓ ഇവിടെ ചെളിയായിരുന്നു. ഞാൻ ചെളിയിലൊന്നും ചവിട്ടൂല. എൻ്റെ മോനെ വരുന്നില്ലേ? നമ്മൾ താണ്ടി വന്നിട്ടുണ്ട്. താഴ്ചയ്ക്കൊക്കെ ഫുള്ള് വെള്ളമാണ്. ഭയങ്കര കിട്ടില്ല വ്യൂ. ഇനി നമുക്ക് ഹൈക്ക് ചെയ്യാനുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇനി താഴ്ചയ്ക്കൊണ്ടിട്ടോ. മെയിൻ സ്ഥലം എത്തിയിട്ടില്ലല്ലോ. എത്തിയിട്ടില്ല. വ്യൂ മോളിൽ നിന്ന് ശരി നമ്മൾ ഡ്രോൺ മിസ്സാക്കി. നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതിന് മുന്നേ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന ഭയങ്കര നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മിസ്സാവും. ഞങ്ങൾ മോസ്കിറ്റോ സ്പ്രേ മിസ് ചെയ്ത്, ഞങ്ങൾ അതുപോലെ തന്നെ മെയിൻ സാധനം ഡ്രോൺ മിസ് ചെയ്തു. ബിക്കോസ് ഷോട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് തന്നെ സോഫാർക്ക് ഏരിയയിൽ ഞാൻ പറയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈക്ക്. ഞങ്ങൾ കാനഡയിൽ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈക്ക് ഇൻ ഒണ്ടാരിയോ. മറ്റേ സാധനം പിടിക്കാൻ പറ്റൂല. അടുത്ത് നമ്മുടെ എന്തായിരുന്നു നമ്മൾ മൂന്നാർ പോയ കൊളുക്കുമലയോ? അത് ഹൈക്ക് അല്ലല്ലോ, അത് ഓഫ് റോഡിങ് അല്ലേ. അതുപോലെ തന്നെ സൺസ്ക്രീൻ എടുക്കാനും മറക്കരുത്. നിങ്ങൾ സ്ലീവ്ലെസ് ഒക്കെയാണ് ഷോർട്സ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ സൺസ്ക്രീൻ വാരി തേക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പോകുന്ന വഴിക്ക് പൈൻ ട്രീ ഒക്കെ കാണാൻ രസമുണ്ട് കേട്ടോ, അല്ലേ? നമുക്കിനി സെക്കൻഡ് സ്റ്റോപ്പിലെ വ്യൂ എന്താണെന്ന് നോക്കാം. അതെ, ആ ടോപ്പാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അവിടെ ഇനി എത്താൻ ഒരുപാട്. ബാഗ് ഞാൻ പിടിക്കണോ ഇജ? കൊതുകുമായിട്ടുള്ള മൽപ്പിടുത്തത്തോടു കൂടി ഇജ വീണ്ടും പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജയിക്കുന്നില്ല, കൊതുകുകൾ തന്നെയാണ് ജയിക്കുന്നത്. എന്നെ ആക്രമിച്ചു.
ഹൈക്ക് ഇജാനെ തോപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ കൊതുകൾക്ക് ഇജാനെ തോപ്പിക്കാൻ പറ്റും. നമ്മൾ വന്ന വഴിയാണ്, ഇതിൻ്റെ ഏറ്റവും താഴെ നിന്നാണ് നമ്മൾ കയറിയത്. നമ്മളിപ്പം ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇജ കയറിക്കോ. നീയാണോ മീൻ? ഓ അത് ശരിയാണല്ലോ. ഓ ഇതൊരു സൈഡാണെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു വ്യൂ. നമ്മുടെ വ്യൂ ഫൈനലി ഒരു വ്യൂ ഇതാണ്, ഒരു സൈഡിലെ വ്യൂ. ഈ സൈഡിൽ ഫുള്ള് ഒരു വലിയൊരു റോക്കൊക്കെ ആയിട്ട് പിന്നെ കുറേ മരങ്ങളുടെ ഒക്കെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ആ സൈഡിൽ പോയാൽ ഈ വ്യൂ ആണ് ഇജുവിന് ഇഷ്ടമായ, എൻ്റെ ഇഷ്ടപ്പെട്ട വ്യൂ ആ സൈഡിലെ വ്യൂ കൂടെ നമുക്ക് നോക്കാം. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട വ്യൂ, പൊട്ട വ്യൂ അല്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ അതിൽ കൂടെ കനോ ചെയ്ത് വരുന്നതൊക്കെ കാണാൻ പറ്റും. കുറച്ച് മുന്നേ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അല്ല സത്യമായിട്ട് അതിൽ കൂടെ ആൾക്കാർ കനോ ചെയ്തു. ഇത് ബാക്ക് കൺട്രി ക്യാമ്പിങ്ങിൻ്റെ ഏരിയ ആണല്ലോ. അവിടെ വലിയൊരു റോക്ക് പോലെയുണ്ട്. അങ്ങനെ ഇത്ര നേരത്തെ എത്ര മണിക്കൂർ എടുത്തു നമ്മൾ? ഓൾമോസ്റ്റ് 2 hours. ഓൾമോസ്റ്റ് 2 hours ആണ് അവർ പറഞ്ഞത്. അത്രയും തന്നെ എടുത്തിട്ടുണ്ടാകും, കാരണം ഞങ്ങൾ കുറേ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹൈക്ക് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴേലും ടൈം കിട്ടുമ്പോഴത്തേനും മസ്റ്റായിട്ടും ഹൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരേണ്ട ഒരു ഹൈക്ക് തന്നെയാണ്. അവിടെ കാണുന്നതാണ് കില്ലർണി ലേക്ക്. അവിടെ കാണുന്നതാണ് കില്ലർണി ലേക്ക്. അങ്ങനെ നീണ്ട ഒരു 4 മണിക്കൂർ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടി ഉണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ ഒരു എക്സ്ട്രാ ടൈം പോവും. അതിനുശേഷം എന്താ ഞങ്ങളുടെ ഹൈക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടയേർഡാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ടയേർഡൊന്നുമല്ല, കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആവും. വെള്ളം എടുക്കാൻ മറക്കരുത്. പിന്നെ കൈകളിലൊക്കെ ഫുള്ള് ചെളിയൊക്കെ ഉണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇവിടെ കില്ലർണി തന്നെ ഒരുപാട് ഹൈക്കുണ്ട്. ആ ഹൈക്കിൽ ദ സെക്കൻഡ് ഡിഫിക്കൽട്ട് വൺ ആയിരുന്നു ദ ക്രാക്ക്. ഇനി ഫസ്റ്റ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് കില്ലർണിയിലെ. ഇനി ഒരു ഹൈക്കുണ്ട്. ആ ഹൈക്കിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട്, അതായത് ക്രാക്കിൽ നിന്നും അവിടെ നിന്നും പിന്നെ കുറേ ടോപ്പിലേക്കല്ല വേറൊരു ഏരിയയിലേക്ക് തന്നെ പോയിട്ട് 7 to 8 ഡേയ്സിൻ്റെ ഹൈക്കാണ്. അത് കുറച്ച് ടഫ് വൺ എന്നാണ് പറയുന്നത്. 7 to 8 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത് നമ്മൾ വേറൊരു ഏരിയയിലായിരിക്കും മിക്കവാറും അതിൻ്റെ എൻഡ്. ഇതിപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ ഞങ്ങളുടെ പാർക്കിംഗ് ലോട്ടിൽ എത്താറായി. ഇനി കില്ലർണിയുടെ അടുത്ത് തന്നെ കില്ലർണിക്ക് കുറേ വേറെ ഹൈക്കുകളുണ്ട്. അതായത് ക്രാക്കിനെ പോലെ തന്നെ വ്യൂ അല്ല, വേറൊരു ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും. ഇനി ഞങ്ങളുടെ ലക്ഷ്യം അങ്ങോട്ടേക്കാണ്. എന്താണെങ്കിലും ഇന്ന് ഫുള്ള് കില്ലർണിയിലെ ഓൾമോസ്റ്റ് ഹൈക്കുകളെല്ലാം ഹൈക്ക് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എന്താണെങ്കിലും കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് ഇവിടം വരെ വന്നു. ലോങ് വീക്കെൻഡ് ആണ്. സോ മാക്സിമം ലോങ് വീക്കെൻഡ് യൂസ് ചെയ്യുക, കുറച്ച് കാലറിയൊക്കെ ബേൺ ചെയ്യുക, ഇതൊക്കെ തന്നെ. എന്താണെങ്കിലും ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, പക്ഷികളുടെ സൗണ്ടും സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഭയങ്കര ഒരു നാച്ചുറൽ വൈബ് സെറ്റ് സാധനമാണ്. ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ആക്ച്വലി ഗൈസ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ടിക്കറ്റ് ക്രാക്കിൽ നിന്നാണ് അടിച്ചേക്കുന്നത്. ഞങ്ങൾ റിസർവ് ചെയ്താണ് ഓൺലൈനിൽ. പക്ഷേ റിസർവ് ചെയ്ത് മാത്രം പോരാ, നമ്മൾ അത് പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ വെക്കണം, ഡിസ്പ്ലേ ചെയ്യണം. അതായിരിക്കണമല്ലോ. ഒരു ഇതല്ലേ ഇമെയിൽ അല്ലേ വരുന്നേ, ആ ഷീറ്റ് ആയിരിക്കും. അത് ചിലപ്പം ഇവിടെ നിന്ന് എടുത്തതായിരിക്കും. കില്ലർണിയുടെ ആക്ച്വൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇത് മേടിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് റിസർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. $30 അടിച്ചേക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഫൈൻ അടിച്ചേക്കുന്ന സാധനമെങ്കിലും ഡിസ്പ്ലേ ചെയ്തിട്ട് പോവാം. ഇനി അടുത്തൊരു ഫൈൻ അവർ അടിക്കാൻ വേണ്ടിയിട്ട് അവർ അത്ര കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. സോ നമുക്ക് ട്രയലിലേക്ക് പോവാം. പോവാ. നെക്സ്റ്റ് ട്രയൽ ചിക്കൻ ആഷിങ് ട്രയൽ. അതിന് ആക്ച്വലി അവർ പറയുന്നത് 3.5 കിലോമീറ്റർ ആണ്. സോ മേ ബി അപ്പ് ആൻഡ് ഡൗൺ ഓൾമോസ്റ്റ് എടുക്കുക 2 to 2.5 കിലോമീറ്റർ ആണ്. പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം
വെള്ളം എടുത്തിട്ടില്ല, സ്നാക്സ് എടുത്തിട്ടില്ല, ബഗ് സ്പ്രേ ഇല്ല. സോ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം ആവശ്യമാണെന്ന്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല. ഇനി ചിക്കൻ ആഷൻ ട്രയൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ആക്ച്വലി ട്രയലിൽ പോയ സമയത്ത് ബഗ് സ്പ്രേ എടുത്തിട്ടില്ല, വെള്ളം എടുത്തിട്ടില്ല, ഒന്നും കഴിക്കാനും സ്നാക്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇൻ കേസ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ വേറെ ഒരു ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ബാഗ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്നിട്ട് ഞങ്ങൾ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2.5 hours ഓൾമോസ്റ്റ് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ മാക്സിമം എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത കില്ലറിനി സ്പോട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാഗ് എടുക്കാൻ പോയ ആളെ ഞാൻ കണ്ടിട്ടില്ല. ബാഗ് എടുക്കാൻ പോയ ആൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് കാലിന് ചെറുതായിട്ടൊന്ന്. അങ്ങനെ ഞങ്ങളുടെ 2.5 മണിക്കൂറത്തെ ചിക്കൻ ഷിങ് ട്രയലും കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആക്ച്വലി ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വണ്ടിക്കകത്ത് പെട്രോൾ വളരെ കുറവാണ്. നമ്മളാദ്യം പെട്രോൾ അടിക്കാനാണോ പോകുന്നത്? ഞങ്ങൾക്ക് 2 ട്രയൽ കൂടി ഉണ്ട് മൈൻഡിൽ. പക്ഷെ ഇപ്പോൾ ഓൾറെഡി 5 മണി ആയി. ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ് സെഡ്ബറിയിൽ. 2ാമത്തെ ദിവസം സെഡ്ബറിയിൽ ഞങ്ങളിന്ന് ജസ്റ്റ് ഒരു ഫോൾസ് കണ്ടിട്ട് താഴത്തേക്ക് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് കാണാൻ വരുന്ന സ്ഥലം ഒനാപ്പിംഗ് ഫോൾസ് ആണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഒനാപ്പിംഗ് ഫോൾസ് എന്ന് ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സ്പോട്ടിലെത്തത്തില്ല. ഞങ്ങളിപ്പോൾ 2 തവണയായി കഷ്ടപ്പെടുന്നു. ആക്ച്വലി നമ്മൾ AY ജാക്സൺ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഒനാപ്പിംഗ് ഫോൾസിൽ വരാൻ പറ്റുള്ളൂ. 2ാമത്തെ ദിവസവും ഇജ തുടങ്ങിയിട്ടുണ്ട്. ഇജായും കൊതുകും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇന്നലെ ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങൾ ബഗ് സ്പ്രേ ആ ഷോപ്പേഴ്സിൽ പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. ലെസൺസ് ലേൺ ഫെയിൽഡ്. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഒനാപ്പിംഗ് ഫോൾസിൻ്റെ ഫസ്റ്റ് വ്യൂവിലെത്തിക്കാണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല, അങ്ങ് ദൂരെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് വേറൊരു വ്യൂ ഉണ്ട്. ആ ട്രയലിലേക്കുള്ള നടത്തത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ ലുക്കൗട്ടിലേക്കുള്ള നടത്തത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ചെറിയൊരു ട്രയലാണ്. പക്ഷെ ഇങ്ങനെ ഒരു ട്രയൽ ഇത്രയും നടക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. സോ കാണാൻ പക്ഷെ ഭയങ്കര രസമുണ്ടല്ലോ. ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. സോ ഇജുന് ഇപ്പോഴും ഭയങ്കര വിഷമമാണ്. ഡ്രോൺ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് അത് എടുത്തിട്ട് ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഭയങ്കര രസമുണ്ട്. നിങ്ങൾ സഡ്ബറിയിൽ വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോളിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവിടെ ഓം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ആ ഒരു കല്ലിൽ അവിടെ ഒരു കല്ലിൽ അവർ ഓം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഫോൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇനി നമ്മൾ കുറച്ച് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം അടുത്തൊരു ബ്രിഡ്ജ് പോലത്തെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ ഫോൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ഒനാപ്പിംഗ് ഫോൾസിൻ്റെ ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു ട്രയൽ പോലെയുള്ള സ്ഥലമുണ്ട്. ട്രയലിലേക്ക് ഞങ്ങളിങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് ഒളിക്കുകയായിരുന്നു. നമ്മൾ എവിടെ പോയിട്ട് വന്നപ്പോഴാണ് ക്രാക്ക് പോയിട്ട് വന്നപ്പം അതിന് ചെറിയൊരു വലിയുണ്ട് കാലിന്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുഞ്ഞു പിള്ളേർ വരെ കയറി പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പണ്ടേ വഴക്ക് പറഞ്ഞ പിള്ളേരെയൊക്കെ അടിയൊക്കെ കൊടുത്ത് വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് വന്നു. ഇനി നമുക്ക് ഫോൾസിന്റെ അവിടെ പോയിട്ട് കാണാം. സാധനം സെറ്റാണ്. അതിന് വേണ്ടി പിടിച്ച് കേറാൻ പറ്റും തോന്നുന്നു. അത് തോന്നുന്നു കണ്ടിട്ട്. വാ വാ. പോയി കിടക്കുന്നത് വെള്ളത്തിലായിരിക്കും.
നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ. ഓ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? കീ ഉണ്ടോ? കീ ഇട്ടിട്ട് എന്താ ലോക്ക് വേണ്ടേ? ഞങ്ങൾക്കും പേരൊന്നുമില്ല, ഒരു മാർക്കർ ഉണ്ടായിരുന്നാ മതിയായിരുന്നു എഴുതി വെക്കാൻ. ആരോ മറ്റേ നമ്പർ ലോക്ക് കിട്ടി വെച്ചിരുന്നു. അപ്പൊ അവരെന്താ എടുത്ത് എറിയുന്നത്? സാറിന് ഇങ്ങനെ കീ ഇട്ടിട്ട് എടുത്ത് എറിയണ്ടേ വെള്ളത്തിലേക്ക്? ഇനിയും ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്കും ഇനിയും ഉണ്ട്. നമ്മള് ഫോൾസിലെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാട്ടിൽ കൂടെ വന്നു. ഇതിന്റെ എൻഡ് പോർഷൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്റെ എവിടെ ഏൽപ്പിച്ച അറിയില്ല. ബ്രിഡ്ജിലേക്ക് തന്നെ ചൊറിയുണ്ട് ഭയങ്കരമായിട്ട്. കൊതുക് കടിച്ച് മനുഷ്യനെ സൗണ്ട് കേൾക്കാല്ലോ ഇവിടെ ഫോൾസ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബ്രിഡ്ജ് ആ സൈഡ് തന്നെ ആയിരിക്കുമോ. പോയി നോക്കാം എന്താണെങ്കിലും. സൂക്ഷിച്ചു പോണേ. അയ്യോ യുവർ ടേൺ. ആ കൊച്ചൊക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വരും. ഓ ഇപ്പുറ ആ കൊച്ചൊക്കെ വരുന്ന കണ്ടോ ഇപ്പൊ? കൊച്ചിനൊക്കെ അങ്ങനെ വരാം. കൊച്ചൊക്കെ സിമ്പിൾ ആയിട്ടാ. അടുത്ത ഞങ്ങളുടെ പ്രയാണം സഡ്ബറിയിൽ നിന്നും നോർത്ത് ബേയിലേക്കാണ്. നോർത്ത് ബേയിലെ ഒരു വാട്ടർഫോൾസ് അല്ലല്ലോ പ്രയാണം എന്ന് പറഞ്ഞാൽ അടുത്ത യാത്ര പോലെയല്ലേ, അങ്ങനെ കണ്ട. ഇവിടുന്ന് ഞങ്ങള് കുറച്ച് കുഞ്ഞു കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ആ വാട്ടർഫോൾസിൽ പോവാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഞങ്ങൾ. അതുകൊണ്ട് ഷൂ എല്ലാം മാറ്റിയിട്ട് ചെരുപ്പെല്ലാം ഇട്ടിട്ടുണ്ട് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ ഷൂ ഒക്കെ ഇട്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് ഈ ട്രയൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ വാട്ടർഫോൾസ് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ട്രയൽ വരുന്നത്. അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. വഴിയുണ്ടോ? വേറെ വഴിയും കാണുമായിരിക്കും. പൊക്കത്തും താഴത്തേക്ക് വരുന്ന ഫോൾസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോയി സ്പ്ലിറ്റ് ആവും അല്ലേ? കളറൊക്കെ ആയിട്ട് വേറെ ലെവലായിരിക്കും. നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ കാണത്തില്ല, എന്താ പറയാ, വാട്ടർഫോൾ സീനറീസ് ഒക്കെ കാണുന്ന പോലെ. ഹൈലി റെക്കമെൻഡഡ്. നിങ്ങൾ സഡ്ബറിയിൽ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോർത്ത് ബേ ടച്ച് ചെയ്തിട്ട് വാ, അടിപൊളി. അല്ലാണ്ട് പോകാൻ പറ്റില്ല. ഈ വീഡിയോ എല്ലാവരും പോകുക. എനിക്ക് തോന്നുന്നു നമ്മൾ പോയ സെയിം റൂട്ട് തന്നെ പോകാൻ പറ്റും. ഇത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്താൽ നമ്മൾ വന്നത്.